തടിയന്റെ വിട നസീറിന് ബാംഗ്ലൂർ ജയിലിലോട്ട് ഫോണും മറ്റ് പല സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തതിന്റെ പേരിൽ NIA 3 ആളുകളെ ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിന്റെ ഭാഗമായിട്ട് നടന്ന ഒരു ഡിബേറ്റാണ് ന്യൂസ് 18 ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു. അതിൽ TK രാജ്മോഹൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാനലിസ്റ്റ് ഉണ്ട്, മുൻ NIA ഓഫീസറായിരുന്നു. പിന്നെ ഉള്ളത് നമ്മുടെ ശ്രീജിത്ത് പണിക്കരാണ്. ശ്രീജിത്ത് പണിക്കരാണ്. അതിനുശേഷം രാഹുൽ ഈശ്വർ, പിന്നെ ആരിഫ് ഹുസൈൻ. ഈ 4 പേരായിരുന്നു ആ ഒരു ഡിബേറ്റിൽ പങ്കെടുത്ത ആളുകൾ. അപ്പം ഇതിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ മുൻ NIA ഓഫീസർ പറയുന്നുണ്ട്, ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അതായത് ഇത്തരത്തിലുള്ളൊരു തീവ്രവാദ കേസിൽ അല്ലെങ്കിൽ ഒരു ബോംബ് സ്ഫോടന കേസ്, ഇങ്ങനെ പല രീതിയിലും സൂത്രധാരനായിട്ടുള്ള തടിയന്റെ വിട നസീറിനെ പോലത്തെ ഒരുപാട് കുറ്റങ്ങൾ ചുമത്തപ്പെട്ടിട്ടുള്ള ഒരാൾക്ക് ഇത്രയും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ ഈ 3 പേരല്ല, ആരോ അതിന്റെ പിന്നിൽ ഒരുപാട് ആളുകളുണ്ട്. അല്ലാതെ ഇത്തരത്തിലുള്ള സഹായങ്ങളൊന്നും ഇതുപോലത്തെ ഒരു ജയിലിലോട്ട് ഇത്തരത്തിലുള്ള ഒരു പ്രതിക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ഭയങ്കര അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണെന്നാണ് പുള്ളി പറയുന്നത്. വളരെ സത്യമായിട്ടുള്ള കാര്യം. അതിനുശേഷം ശ്രീജിത്ത് പണിക്കർ സംസാരിക്കുന്നുണ്ട്. പുള്ളി പറയുന്നതും ഇതൊക്കെ തന്നെയാണ്. ഇത് ചെറിയൊരു കാര്യമല്ല, അതിന്റെ പിന്നിൽ പല ആളുകളും ഉണ്ട്, അത് നോക്കണം. അത് എങ്ങനെയാണ്, ഏത് രീതിയിലാണ്, ആര് ത്രൂ ആണ്, ഈ 3 പേരിൽ മാത്രം ഒതുങ്ങാതെ അങ്ങോട്ട് എങ്ങനെ ആളുകൾ എത്തിക്കുന്നു എന്നുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പുള്ളി സംസാരിച്ചത്. അതുപോലെ തന്നെ ഇതിനെ എതിർത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു പത്രം എന്നല്ല, പല മാധ്യമങ്ങളും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഒരു മുസ്ലിം തീവ്രവാദത്തിന്റെ പേരിലായതുകൊണ്ട് തന്നെ മുസ്ലിം സംഘടനകളൊക്കെ അതിനെ എതിർക്കണം എന്ന രീതിയിലാണ് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞത്. വളരെ സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇത്തരത്തിലുള്ള കാര്യത്തിനെ കണ്ണടച്ച് എതിർത്തേ പറ്റുള്ളൂ. നമ്മുടെ രാജ്യമാണ് വലുത്, രാജ്യത്തിന്റെ സുരക്ഷ തന്നെയാണ് വലുത്. അവിടെ ഒരു തീവ്രവാദം അല്ലെങ്കിൽ അവിടെ ഒരു ഇത്തരത്തിലുള്ള ആളുകൾക്കും സ്ഥാനം ഇല്ല എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ആരിഫ് ഹുസൈൻ വരുന്നു. അപ്പൊ ഇവരൊക്കെ കാര്യങ്ങൾ സംസാരിച്ചു, ഇതിനെപ്പറ്റി ഇതിനെങ്ങനെ ഇതാക്കണം, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ സംസാരിച്ചു. പിന്നെ വരുന്ന ആൾ ആരിഫ് ഹുസൈനാണ്. ആരിഫ് ഹുസൈൻ ആസ് യൂഷ്വൽ പഴയതുപോലെ തന്നെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നേരെ ഇസ്ലാമിനെ കുറ്റം പറയാം, മതത്തിനെ കുറ്റം പറയാം, മതം ഇല്ലാണ്ടാവണം, മതത്തിനെ ഇവിടുന്ന് ഒഴിവാക്കണം, നാട്ടിൽ മതം പാടില്ല, ഇസ്ലാം മതം വേരോടെ പിഴുതരണം, ഈ രീതിയിലുള്ള അവന്റെ സ്വയം എന്നത്തെയും കഞ്ഞി ഇന്നും അവൻ സംസാരിച്ചു. ആ കഞ്ഞി അവന് കിട്ടണമെങ്കിൽ ഈ സംസാരിച്ചേ പറ്റുള്ളൂ. അതായത് മുസ്ലിം വിരോധത അവൻ ഇവിടെ കൊണ്ടിരുത്തിയാൽ അത് മാത്രമേ സംസാരിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് മറ്റ് പല ചാനലിലും ആരിഫ് ഹുസൈനെ വിളിക്കാത്തതും. വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം മാതൃഭൂമി ചാനലിൽ മാധുവിനൊക്കെ അടിയുണ്ടാക്കി, പിന്നെ മാധുവിന്റെ പിന്നാലെ പോയി സ്വന്തം മുഖം രക്ഷിക്കാൻ വേണ്ടി മാധുവിന്റെ പിന്നാലെ പോയി വീണ്ടും ചീഞ്ഞ് ഞാറിയ ആരിഫ് ഹുസൈൻ നമുക്കറിയാം. അതിന്റെ ഭാഗം തന്നെ ആരിഫ് ഹുസൈൻ ഇവിടെ വീണ്ടും ഈ കുറെ കാര്യങ്ങൾ ഇതിന്റെ ഇടയിൽ, അതായത് ഇതിന്റെ ഇടയിൽ ജിഹാദ് കുത്തിക്കയറ്റും, ഇതിന്റെ ഇടയിലോട്ട് മുസ്ലിം മതത്തിനെ കുത്തിക്കയറ്റും, മുസ്ലിം മതഗ്രന്ഥങ്ങളെ കുത്തിക്കയറ്റും, മുസ്ലിം പ്രവാചകനെ കുത്തിക്കയറ്റും, അള്ളാഹുവിനെ കുത്തിക്കയറ്റും, ഇതെല്ലാം കുത്തിക്കയറ്റും. അപ്പൊ അവിടെ അങ്ങോട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. അത് കഴിഞ്ഞ് രാഹുൽ ഈശ്വർ കൊടുക്കുന്ന മറുപടിയും, ആ മറുപടിയുടെ ഏത് രീതിയിലാണ് ആരിഫ് ബ്ലോക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഓക്കെ, കാണാം. നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ആന്റി റാഡിക്കലൈസേഷൻ, ആ ഒരു ശ്രമം നടക്കുന്നുണ്ട്. അതിനനുസരിച്ച് കുറേയേറെ പേർ ശുദ്ധീകരിക്കപ്പെട്ട് വരുന്നുമുണ്ട്. പക്ഷേ തടിയന്റെ വിട നസീറിനെ രാഹുൽ എന്തായാലും ആ കൂട്ടത്തിൽ കൂട്ടിയിട്ടില്ല. ഈ പ്രക്രിയയിലൂടെ ഇങ്ങനെ ചില നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? താങ്കളുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? ഇതിന്റെ ഇടക്ക് രാഹുലിനെ സംസാരിച്ചിട്ടുണ്ട്. രാഹുൽ പറഞ്ഞതിൽ ഈ ആന്റി റാഡിക്കലൈസേഷൻ വേണം. അതായത് ഈ ജയിലിലൊക്കെ കിടക്കുന്ന ആളുകളെ, അല്ലെങ്കിൽ അവരുടെ തോട്ട് ഉണ്ടല്ലോ, ഇങ്ങനെ ഇത്തരത്തിൽ ഇപ്പൊ ഈ ഒരു തീവ്രവാദപരമായിട്ടും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കേസുകളിൽ, അല്ലെങ്കിൽ മറ്റേ ഏത് റേപ്പ് കേസ് ആയിക്കോട്ടെ, ഏത് കേസ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെ ജയിലിൽ കിടക്കുമ്പോൾ അവരെ പല രീതിയിലും അവരെ മാറ്റിയെടുക്കുന്ന പല കാര്യങ്ങളുണ്ട്. പല കുറ്റവാളികളെ പല രീതിയിൽ മാറ്റിയെടുക്കുന്നത്, അത് കുറെ ടെക്നിക്സും കാര്യങ്ങളും ഉണ്ടോ, അങ്ങനെ മാറ്റിയെടുക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതായത് ഈ പറഞ്ഞ തടിയന്റെ വിട നസീറിൽ സ്വാധീനിക്കപ്പെട്ടു പോകുന്ന കുറെ യങ്സ്റ്റേഴ്സ് ഉണ്ട്. അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യണം. ഇയാൾ ജയിലിൽ കിടന്ന് മറ്റ് ഇതേ തരത്തിലുള്ള തീവ്രവാദപരമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തുള്ള ആളുകളെ എടുത്ത് എത്തിക്കുന്നു എന്നാ പറഞ്ഞത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലോട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെ മാറ്റണം. അത്തരത്തിൽ, അതായത് അവരുടെ ചിന്താഗതി മാറ്റിയെടുക്കണം. ഇതാണ് മെയിൻ. ആ ചിന്താഗതി മാറ്റാനുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം എന്നാണ് അത് പറഞ്ഞത്. അപ്പം അതിനെ എത്തരത്തിലാണ് ആരിഫ് കാണുന്നത് എന്നുള്ളതായിരുന്നു മഞ്ജുഷിന്റെ ചോദ്യം. ആ ചോദ്യം കേൾക്ക്. ഇന്ത്യ ഇക്കാര്യത്തിൽ വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്ന രാജ്യമാണെന്ന് മാത്രമല്ല, ലോകത്തിൽ തന്നെ ഇതുപോലെ കാര്യങ്ങൾ ചെയ്യുന്ന അപൂർവം രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട രാജ്യമാണ് എന്ന് നമ്മൾ സമ്മതിക്കണം. കാരണം വളരെ മികച്ച രീതിയിൽ ഇത് മനസ്സിലാക്കി ഇതിൻ്റെ ത്രെട്ട് ശരിക്കും പഠിച്ചിട്ടുള്ളൊരു അല്ലെങ്കിൽ പിടികിട്ടിയിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ മറുമരുന്നായിക്കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ എത്രത്തോളം സക്സസ്ഫുൾ ആകുന്നു എന്നതിനേക്കാൾ ഉപരി ഇതിനുള്ള സംവിധാനങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞതിൽ നിന്നൊക്കെ നമുക്ക് കൂടുതൽ ആലോചിക്കേണ്ടി വരിക. അവിടെയാണ് ഇത്തരം ലൂപ്പ് ഹോൾസ്. ഇതിപ്പോൾ മറ്റ് കുറ്റവാളികൾക്കോ മറ്റേതെങ്കിലും പ്രൊഫൈലിൽ വരുന്ന ആളുകൾക്കോ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ഒരു ക്യാപ്റ്റീവ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ അവർക്ക് കിട്ടുമ്പോൾ അതിലൂടെ ഒരു റാഡിക്കലൈസേഷൻ ഉണ്ടാക്കി അവരുടെ ലക്ഷ്യങ്ങൾ
സാധിക്കാനുള്ളൊരു എളുപ്പ വഴിയായിട്ട് പ്രിസൺ മാറുന്നത് ആണ് ഞാൻ പറഞ്ഞത് ആഗോളതലത്തിൽ തന്നെ നിലനിൽക്കുന്ന ഒരു ജയിൽ ടു ജിഹാദ് എന്ന് പറയുന്ന ഒരു വിഷയമായിട്ട് നിലനിൽക്കുന്നതാണ്. അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ സക്സസ്ഫുൾ ആണോ, ഇന്ത്യ അത് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. പക്ഷേ അതിനുള്ള സംവിധാനങ്ങൾ ഇനിയും കാര്യക്ഷമമാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇനിയും കൂടുതൽ കാണേണ്ടി വരും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞ പോലെ ഒരു വിഷയം ഞാനതിൽ പറയണമെന്ന് വിചാരിച്ചൊരു കാര്യം തന്നെ, അതായത് രാഷ്ട്രീയം നേതൃത്വം അല്ലെങ്കിൽ ഈ വിഷയത്തിനെ തള്ളി പറയാൻ വേണ്ടി വരുന്നില്ല എന്ന് നമ്മൾ കാണുന്നു. ഈ മതസംഘടന ഇപ്പോൾ സൂംബ വിവാദമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതൊക്കെ അനാവശ്യമായിട്ട് അവരുണ്ടാക്കി ഈ മതത്തിന് കൂടുതൽ പരിക്കുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു. അതേസമയം ഇത് ഈ ഒരു തടിയൻ്റെ നസീർ വരുന്നു, ആള് ചെയ്യുന്നത് ജിഹാദാണെന്ന് വരുന്നു, ആള് കാശ്മീരിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് എന്തിനാണെന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ആളുടെയൊക്കെ പ്രസംഗങ്ങളുണ്ട് പണ്ട് കാലത്തുള്ള, അതിലൊക്കെ ആൾ പച്ചയ്ക്ക് പറയുന്നതാണ്. അതായത് നിങ്ങൾ ഈ പറയുന്ന ജിഹാദിനെ ഇറങ്ങിത്തിരിക്കണം, അത് അവിടെ പോയി യുദ്ധം ചെയ്യണം, ഇത് തന്നെ പറഞ്ഞുകൊണ്ടാണ് ആളുകൾ ഇതിനകത്തേക്ക് കൊണ്ടുവന്നിരുന്നത്. അവിടെ നിന്നൊക്കെയാണ് ഇന്നിപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് വരുന്നതെന്ന് പറയുമ്പോൾ ഇത് ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ വളർന്നു വന്ന ആളുകൾ പിന്നീട് അവർക്ക് ആ ഒരു അവരുടെ അവസ്ഥ മാറുന്ന ഒരു മുറ വരുമ്പോൾ കൂടുതൽ ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നു എന്നോടത്താണ് ഇതിന്റെ പരിക്ക് നമുക്ക് പിന്നീട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരിക്കെ ഇതിനെ നമ്മൾ കുറച്ച് കാണരുത്. ഒന്നത്. രണ്ട്, ഇതിനെ തള്ളി പറയേണ്ട ഘട്ടങ്ങളിൽ ഈ മത നേതൃത്വം വരുന്നില്ല. അവർക്ക് ഇപ്പോഴും പ്രിയം ഈ ഡാൻസും കളിയും അതിനെയൊക്കെ വിമർശിക്കുക, സ്കൂൾ സമയം മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നാളെ എന്തോ വലിയ പ്രക്ഷോഭം തുടങ്ങാൻ പോകുന്നു എന്ന് പറയുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് മതം രക്ഷിക്കാൻ വേണ്ടിയിട്ട് മതത്തെ ഏതെങ്കിലും വിധേന അവിടെ ഒന്ന് ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതുപോലുള്ള ജെനുവിൻ ആയിട്ടുള്ള വിഷയങ്ങളിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇതിനകത്ത് ഇടപെട്ട് പെട്ടുപോകുന്ന സാധ്യതയുള്ള മേഖലകളിൽ ഇവർ വന്നുകൊണ്ട് ഇതിനെ തള്ളി പറയാനോ അവർക്കൊരു മാർഗ്ഗനിർദ്ദേശം കൊടുക്കാനോ ഇവർ ഒരിക്കലും കിട്ടില്ല. കാരണം അവിടെ അത് പറഞ്ഞാൽ അവർക്ക് ജിഹാദിനെ തള്ളി പറയേണ്ടതായിട്ട് വരും. തള്ളി പറഞ്ഞാൽ അത് മതത്തിന്റെ തന്നെ വശമാണെന്നുള്ളത് അവർക്ക് അറിയാവുന്നതുകൊണ്ട് അത് സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് അവിടെ കറങ്ങി തിരിഞ്ഞു വരുന്നത്. അപ്പോൾ ഇവിടെ ഈ മാധ്യമങ്ങളെങ്കിലും ഇതുപോലെ കൃത്യമായ രീതിയിൽ ഇത് പുറത്തെത്തിക്കാൻ നമുക്ക് സാധിക്കുന്ന രീതിയിൽ ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാണ്. ഒരു മാധ്യമമെങ്കിൽ ഒരു മാധ്യമം എന്നുള്ളത് നമ്മളവിടെ കാണുന്നത് അതുകൊണ്ടാണ്. ഈ ജിഹാദ് എന്ന് പറയുന്നത് നമ്മളെ മുടിക്കുന്ന, ഈ രാജ്യത്തെ നശിപ്പിക്കുന്ന ഒരു ആശയം തന്നെയാണ്. അത് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, നിസ്കരിച്ച് നിങ്ങൾ എന്ത് ചെയ്താലും ശരി ഈ പറയുന്ന ജിഹാദിലേക്ക് അതിലും കൂടി നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുമാതിരി അവിശ്വാസിയായിട്ട് മരിക്കുന്നതിന് തുല്യമാണെന്ന് തന്നെ പഠിപ്പിക്കുന്ന ഒരു മതമായതുകൊണ്ട് അതിനെ അടിമുടി നമ്മൾ എതിർക്കേണ്ട സാധനമാണെന്ന് നമ്മൾ പറയുന്നു. ആ ഗൗരവത്തിൽ തന്നെ നമ്മൾ കാണേണ്ടതാണെന്ന് പറയുന്നു. ഇതെല്ലാം വഴിവെക്കുന്ന അതിലേക്കാണ്. അപ്പൊ നിങ്ങൾ കേട്ടല്ലോ ജിഹാദ്. അപ്പം ഇവിടെ തടിയന്റെ ഇവിടെ നസീറിന് കാര്യങ്ങൾ കിട്ടിയോ കിട്ടിയില്ല എന്നുള്ളതല്ല ആരിഫിന്റെ പ്രധാന ഉദ്ദേശം. അതെങ്ങനെ കിട്ടുന്നു, അത് ഏത് രീതിയിൽ കൂടെ കിട്ടുന്നു, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരാരാണ്, അതിന് സർക്കാർ അതിൽ ഒത്താശ ചെയ്യുന്നുണ്ടോ, പോലീസ് മേധാവികൾ അതിന് ഒത്താശ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതാണോ അതിന് അതാണ് ശ്രീജിത്ത് പണിക്കർ പോലും അവിടെ സംസാരിച്ചത് അതുവരെ. അതല്ലെങ്കിൽ അപ്പുറത്തിരുന്ന ഈ TK രാജ്മോഹൻ വരെ സംസാരിച്ചത് ഇത്തരം കാര്യങ്ങളാണ്. പക്ഷേ ആരിഫിന്റെ ടേൺ വന്നപ്പം അത് ഈ മതത്തിൽ അങ്ങനെ പറയുന്നത്, ഈ മതത്തിൽ ഖുർആൻ വായിച്ചാലും നിസ്കരിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ ജിഹാദ് ചെയ്യണം, നിങ്ങൾ ജിഹാദ് ചെയ്തില്ലെങ്കിൽ നരകത്ത് പോകും, ജിഹാദാണ് നമ്മുടെ രാജ്യത്തിനെ ഇല്ലാണ്ടാക്കുന്നത് എന്നൊക്കെയാണ് ആരിഫ് പറയുന്നത്. ഈ ആരിഫ് ഈ കാര്യങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ ജിഹാദ് എന്നൊരു പറഞ്ഞ കാര്യം എന്താണെന്നുള്ളത് കഴിഞ്ഞ വട്ടം ആരിഫും അതുപോലെ രാഹുലും തമ്മിൽ സംവാദം നടന്നപ്പോൾ നമ്മൾ കണ്ടു. ജിഹാദ് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് രാഹുൽ അതോടെ പറഞ്ഞു കൊടുത്തെങ്കിലും ആരിഫ് അതിന് സമ്മതിച്ചു കൊടുക്കാതെ, ആരിഫ് സമയം കൊടുക്കാണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ രാഹുൽ സംസാരിക്കുന്നതിനെ എതിർത്ത് സംസാരിച്ചിട്ടാണ് അന്ന് ഒരു വിധത്തിൽ പിടിച്ചു നിൽക്കാൻ ട്രൈ ചെയ്തത്. പക്ഷേ വേണ്ട രീതിയിൽ അന്ന് രാഹുൽ തിരിച്ച് അതിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. ജിഹാദ് ജിഹാദ് ജിഹാദ്, ലവ് ജിഹാദ്, എന്താ പറയുക, ഡ്രഗ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ്, ലാൻഡ് ജിഹാദ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു തീവ്ര വലതുപക്ഷ പാർട്ടികൾ, അല്ലെങ്കിൽ തീവ്ര വലതുപക്ഷ, തീവ്ര ഹിന്ദുത്വ, തീവ്ര ക്രിസ്ത്യാനിറ്റി ആളുകളെല്ലാം കൂടെ ഈ ഒരു ഇസ്ലാം മതത്തിനെ ഫോക്കസ് ചെയ്ത് ഈ ജിഹാദ് എന്ന പേരിടുന്നതാണ്. ജിഹാദിന്റെ യഥാർത്ഥ അർത്ഥം ഇൻടു, അതായത് ഒരു കാര്യത്തിലോട്ട് നമ്മൾ കൂടുതൽ ഇറങ്ങിച്ചില്ല. അപ്പൊ നമ്മളിപ്പം ആ ഒരു ജിഹാദ് എന്ന് പേര് കൊടുത്തിട്ട് ഞാൻ ദൈവത്തിലോട്ട് അടുക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യം ചെയ്യാൻ വേണ്ടി ഞാൻ ജിഹാദിലോട്ട് പുറപ്പെടുന്ന പറഞ്ഞാൽ ഞാൻ അതിലോട്ട് ഇറങ്ങിച്ചെന്ന കൂടുതൽ ഇറങ്ങിച്ചില്ല എന്നുള്ള അർത്ഥമാണ് ഏറ്റവും ബേസിക് ആയിട്ട് ജിഹാദിനെ പറയാനുള്ളത്. ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ ഞാൻ പ്രേമിച്ച ആളുകളെ വശത്താക്കാൻ വേണ്ടി ജിഹാദ് നടത്തുന്നു, അല്ലെങ്കിൽ ഇമാതിരി രീതിയിലോട്ട് ഇതിനെ കൺവേർട്ട് ചെയ്തിട്ട് ലാൻഡ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദുമാക്കി മാറ്റിയത് ഈ അടുത്ത കാലങ്ങളിൽ. ഇത്രയും കാലങ്ങൾ ഈ പറഞ്ഞ ജിഹാദുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണോ ഇത്തരത്തിലുള്ള ആളുകൾ, അതായത് അവരുടെ കീശ നിറയ്ക്കാനും വയറ് നിറയ്ക്കാനും വേണ്ടി സംസാരത്തിലോട്ട് വന്ന് അപ്പോഴാണ് ജിഹാദ് എന്നുള്ള പേര് ഇങ്ങോട്ട് വന്നത് തന്നെ. അപ്പം ഈ ഒരു കാര്യത്തിൽ ഇത്രയും വലിയ തീവ്രവാദി ഈ കാരണം എല്ലാ കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ സംസാരിക്കാണ്ടെങ്കിൽ അതെങ്ങനെ സംസാരിക്കാണ്ട് അവിടെ ഈ മതത്തിനെ കുറ്റം പറയാനും, ഈ മതം ഇങ്ങനെയാണ്, മതം നിസ്കരിച്ചാൽ ഇങ്ങനെയാണ്, നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെയാണ്, ജിഹാദ് ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ, ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ജിഹാദാണ്. എവിടെ ഈ പറഞ്ഞ തീവ്രവാദികൾ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ ഇതേ അവസ്ഥയിൽ ഇപ്പം ഞാൻ എടുക്കുക, ഇപ്പം നമ്മൾ തീവ്ര ഹിന്ദുത്വം പറഞ്ഞിട്ട് ജയിലിൽ പോയ ആളുകളാണ് എടുക്കുക. അതായത് തീവ്ര ഹിന്ദുത്വ കാരണം ഇപ്പം ഈ ഗ്രഹാം സ്റ്റെയിനെ പോലത്തെ ഒരാളെ, അല്ലെങ്കിൽ അയാളുടെ മക്കളെ 2 പിള്ളേരെ ചുട്ട് കൊന്ന ആളുണ്ട്. അതായത് ഈ വിശ്വ ഹിന്ദു പരിഷത്തല്ല, അതാണ് RSSന്റെ ബജ്രംഗ് ആ ഒരു ആളും അവരുടെ പ്രതികളെയുണ്ട്. അവർ ജയിലിലിട്ടു, ജയിലിൽ നിന്ന് അവർക്ക് പരോള് കൊടുക്കും, അവർ വീണ്ടും ഇറങ്ങി വന്നു. അവസാനം 3 പേരെ ചുട്ടുകൊന്ന കേസിലെ പ്രതികളിൽ ആദ്യത്തെ ആൾ പുറത്തു വന്നു. ആ ആളെ BJP MLA
മാലയിട്ട് സ്വീകരിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അയാൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ജയിലിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത പ്രതിനെ ഇപ്പം അടുത്ത് ഇറക്കാൻ പോവുക ചെയ്യുന്നത്. ഇനി അത് കഴിയട്ടെ, ഈ നമ്മുടെ ഗുജറാത്ത് കലാപത്തിൽ ഒരുപാട് പേരെ വെട്ടിക്കൊന്ന്, അതുപോലെ തന്നെ ഗർഭിണിയായ സ്ത്രീയെ പല തവണ ബലാത്സംഗം ചെയ്ത് അത്രയും പേരെ വെട്ടിക്കൊന്ന് കിണറ്റിലെറിഞ്ഞ ബാബ ബജ്രംഗി പുള്ളി ഇത്രയും കാലയളവിൽ എത്ര വട്ടം ജയിലിലിറങ്ങി, പരോളിനിറങ്ങി, ഇപ്പോഴും പരോളിൽ ജീവിക്കുന്നു. ഇപ്പോഴും ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞിട്ടും ഇപ്പോഴും പരോള് സുഖമായിട്ട് ജീവിക്കുന്ന ആള്. അപ്പൊ നമ്മൾ ഈ തീവ്രത പറഞ്ഞ് നടക്കുന്ന ആൾക്ക്, ഇപ്പൊ തടയമ്പഴ നസീർ നമ്മൾ അതേ ഗണത്തിലാണ് പെടുത്താനുള്ളത്. അത്രയും വലിയ ക്രൂരത, അല്ലെങ്കിൽ ഇത്രയും വലിയ തീവ്രത കൊണ്ട് ഇത്രയും വലിയ ക്രൂരത ചെയ്ത ഒരാളാണ് ഇവർക്കൊക്കെ ഈ പറഞ്ഞ സപ്പോർട്ടും കാര്യങ്ങളും കിട്ടുമ്പോൾ നമ്മൾ അതിനെതിരെ സംസാരിക്കണം. അതിന് പകരം ഞാനിപ്പം വിളിച്ച് പറയാണ്, ഈ ബാബു ബജ്രംഗി ഇങ്ങനെ ഇറക്കി കൊടുത്തുകൊണ്ട് സകല ഹിന്ദു മതത്തിലെ ആൾക്കാർ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ സകല ഹിന്ദുത്വം അവിടുന്ന് മാറണം, ഹിന്ദുക്കളാണ് ഇത് ചെയ്തത്, അല്ലെങ്കിൽ ഹിന്ദു ഗ്രന്ഥത്തിൽ ഇങ്ങനെ ഉണ്ട്, അതായത് ഹിന്ദു ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് മുസ്ലിങ്ങളെ കൊല്ലണം, മറ്റ് മതസ്ഥരെ കൊന്നു തീർക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ബജ്രംഗി എങ്കിൽ, ആ ബജ്രംഗിനെ സപ്പോർട്ട് ചെയ്ത് ഇപ്പം ആരിഫ് ഇവിടെ സംസാരിച്ച പോലെ ഈ മതമേ ഇങ്ങനെയാണ്, മതത്തിൽ ഇങ്ങനെയെന്ന് ഞാൻ പറഞ്ഞാൽ ശരിയാവോ? ഹിന്ദു മതത്തിൽ അങ്ങനെയെന്ന് പറഞ്ഞാൽ ശരിയാവോ? ഗ്രാംസ്റ്റൈനും മക്കളെയും ചുട്ടുകൊന്ന ആ പറഞ്ഞ ആ ഒരു മനുഷ്യനുള്ള പേരെനിക്ക് മറന്നുപോയി. അയാൾ ചെയ്തത് കറക്റ്റാണ്, അല്ലെങ്കിൽ അയാൾ ചെയ്തത് കാരണം അയാൾ ചെയ്ത ക്രൂരത ഹിന്ദു മതത്തിൽ പറഞ്ഞതാണ്, അല്ലെങ്കിൽ ഹിന്ദുക്കൾ അങ്ങനെ പറഞ്ഞിട്ട് ചെയ്തതാണ്. അതുപോലെ ഇപ്പം ഈ ആരിഫ് പറഞ്ഞ പോലെ ഞാൻ പറയാണ്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവും. അല്ല, എനിക്കിപ്പോൾ അയാൾ ചെയ്ത ക്രൂരത കൊണ്ട് ഈ ഹിന്ദുക്കളെയാണോ കുറ്റം പറയുക, അല്ലെങ്കിൽ ഹിന്ദു മതസ്ഥരെയാണോ പറയേണ്ടത്? അല്ല, ബാബു ബജ്രംഗിയും ആ പറഞ്ഞ അയാളും രണ്ടുപേരും ചെയ്ത കുറ്റത്തിന് ഞാനൊരു മതത്തിന് കുറ്റം പറയേണ്ട കാര്യമില്ല. അവർ ചെയ്ത കുറ്റത്തിന് അവർക്ക് കിട്ടണം, അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് പരോളിന് ഇറങ്ങാനും അവർക്ക് ജയിൽ ശിക്ഷ കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പ് പുറത്തിറങ്ങാനും സപ്പോർട്ട് ചെയ്ത ആളുകളെ ചോദ്യം ചെയ്യേണ്ടത്. ഇവിടെ തടിയമ്മയുടെ നസീറിനെ സപ്പോർട്ട് ചെയ്തത് ആര്, എന്തിന്, എങ്ങനെ? അതിനെയാണ് ചോദ്യം ചെയ്യേണ്ടത്. അതിന് പകരം ഇവിടെ നമ്മൾ ഇസ്ലാമിനെ കൊണ്ടിടാനും ജിഹാദ് കൊണ്ടിടാനും ആണ് നമ്മൾ ആരിഫ് ഹുസൈൻ ഇന്നും ശ്രമിച്ചിട്ടുള്ളത്, ഇപ്പോഴും അതിനെ ശ്രമിക്കുന്നുള്ളൂ. കാരണം തീവ്ര ഇസ്ലാം വിരോധത. അതല്ലെങ്കിൽ ഇസ്ലാം വിരോധം പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ പോക്കറ്റ് നിറയും, തൻ്റെ വയറ് നിറയും, അല്ലെങ്കിൽ തൻ്റെ ജീവിതം സെറ്റിലാവും എന്നുള്ള ആരിഫിൻ്റെ തോന്നൽ, അല്ലെങ്കിൽ ചെയ്തു നടന്നു കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അതാണ് ആരിഫിനെ കൊണ്ട് ഇത് പറയിപ്പിച്ചത്. അല്ലാണ്ട് വേറെ ഒന്നും ഇവിടെ അല്ല. പിന്നെ അതിനെതിരെ അല്ലെങ്കിൽ ഇതേ കാര്യങ്ങളെ പറ്റി സംസാരിക്കാൻ രാഹുലിനോടാണ് അതിനുള്ള ആൻസർ പറയാൻ പറയുന്നത്. ഇത്രയും സമയം ഇവരൊക്കെ സംസാരിച്ച സമയത്ത്, ഇപ്പം തൊട്ട മുമ്പ് ആരിഫ് സംസാരിച്ച സമയത്ത് ഒരു അക്ഷരം മിണ്ടാണ്ടത് കംപ്ലീറ്റ് കേട്ടിരുന്ന ആളുകളാണ് അവിടെ എല്ലാ പാനലിസ്റ്റുകളും. ഇനി രാഹുൽ ഇതിന് മറുപടി കൊടുക്കുമ്പോൾ ചാടി വീണ്, അല്ലെങ്കിൽ ആരിഫിന്റെ ചന്തി കൊള്ളും എന്ന് ഉറപ്പായപ്പം ആരിഫ് ഇവനെ ക്രോസ് ചെയ്ത് സംസാരിക്കാൻ സമ്മതിക്കാത്ത അവസ്ഥയിലോട്ട് ഈ ഡിബേറ്റ് എത്തുന്നുണ്ട്. അത് കാണും. ശരി രാഹുൽ, താങ്കൾ ഈ ജയിൽ ടു ജിഹാദ് അതിനോട് യോജിക്കുന്നുണ്ടോ? ആരിഫ് ഹുസൈൻ പറഞ്ഞതിനോട്? അല്ലല്ല, അത് ആരിഫ് ഹുസൈൻ മനസ്സിലെ മുസ്ലിം വിരോധ അവസരം കിട്ടുമ്പോൾ പ്രയോഗിക്കുന്ന മുസ്ലിം വിരോധമല്ല, ഇതൊക്കെ പബ്ലിഷ്ഡ് പേപ്പറിൽ ഉള്ളതാണ്. നിങ്ങൾ വെറുതെ നുണയാണെന്ന് പറഞ്ഞേക്കരുത്. അറിയാത്ത കാര്യം അറിയാത്ത തന്നെയാണെന്ന് പറയാം. നിങ്ങൾ നുണ പറയരുത്. കേട്ടല്ലോ? അതായത് ഞങ്ങളൊക്കെ പറഞ്ഞത് കേട്ടോണ്ടിരിക്കണം, നിങ്ങൾ തിരിച്ചു പറഞ്ഞാൽ അത് നുണയാണ്, ഞാൻ സമ്മതിക്കില്ല പറയാൻ. ആരിഫ് ഇതുവരെ പറഞ്ഞത് പച്ചക്കളവാണ്. അതായത് പച്ചക്കളവ് എന്ന് പറഞ്ഞാൽ ഒരു തീവ്ര ഇസ്ലാം വിരോധത പൂട്ടെ ഒരു ചെറ്റ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇതുവരെ ആരിഫ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിനിടയിൽ കയറിയിട്ട് ഇവരെല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നോ? രാഹുൽ ഇതുവരെ അത് കേട്ടിരുന്നു, അതിന് ശേഷമുള്ള മറുപടിയാണ് പറയാൻ വന്നത്. അപ്പോഴേക്കും മറുപടി പറയുമ്പോഴേക്കും ഞാൻ സമ്മതിക്കില്ല, അത് തെറ്റാണ്, ഞാൻ സമ്മതിക്കില്ല. തെറ്റാണെന്ന് ആരിഫല്ലേ പറയുന്നത്. അവിടുത്തെ വേറെ ആരും മിണ്ടുന്നില്ല, എല്ലാവരും കേട്ടിരിക്കുന്നത്. ആരിഫിന് പറ്റുന്നില്ല. അതിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ആരിഫിന്റെ വാദം പൊളിഞ്ഞു. ആരിഫ് എന്ന് പറഞ്ഞ ആ ഒരു സംഖ്യകളുടെ ദൈവം അവിടെ പൊളിഞ്ഞു തീരും. ആരിഫിനെ ക്രോസ് ചെയ്ത് ആരിഫ് പറഞ്ഞ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ആരിഫ് എന്ന ദൈവം, നമ്മൾ രവിദൈവത്തിനെ പറഞ്ഞ പോലെ രവിദൈവത്തിന്റെ അടിമയായിട്ടുള്ള മറ്റൊരു ദൈവം, ആരിഫ് എന്ന ദൈവത്തിന്റെ ബിംബം അവിടെ പൊളിയും, സമ്മതിക്കില്ല. അതുകൊണ്ട് ഞാൻ ക്രോസ് ചെയ്യും. രാഹുലിനെ സംസാരിക്കാൻ ഞാൻ വിട്ടില്ല. അതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ. തെറ്റിദ്ധരിപ്പിക്കരുത്, വെറുതെ ജിഹാദിനെ വെളുപ്പിക്കാൻ വരരുത്. ജിഹാദിനെ വെളുപ്പിക്കാൻ വരരുത്. ഓക്കെ, ജിഹാദിനെ വെളുപ്പിക്കരുത്, സമ്മതിക്കില്ല. ചർച്ചയ്ക്ക് ലൈവ് കയറാതെ ഇവിടെ ഇരിക്കുകയാണ് ഇതിന് മറുപടി പറയാൻ. അതുകൊണ്ട് എന്റെ സമയത്ത് ഞാൻ പറയുന്നത് അങ്ങ് കേൾക്കാനുള്ള ബാധ്യത എല്ലാവർക്കും ഉണ്ട്. ജിഹാദിനെ വെളുപ്പിച്ചാൽ സമ്മതിക്കില്ല. മഞ്ജുഷേ, അത് മര്യാദ. ജിഹാദിനെ വെളുപ്പിച്ചാൽ സമ്മതിക്കില്ല. ഇസ്ലാമിന് ഇത്രയും കുറ്റം പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ മതത്തിനെ കംപ്ലീറ്റ്ലി, ഗ്രന്ഥത്തിന് എല്ലാത്തിനും കുറ്റം പറഞ്ഞ് അവിടെ കിടന്ന് കളവ് വേണ്ടോളം വിളിച്ച് പറഞ്ഞ് ആരിഫ് പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ആരിഫ് സമ്മതിക്കൂല ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ആരിഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്യൂഡോ ഒരു ദൈവം ഉണ്ടല്ലോ, ഡിങ്ക ദൈവം, ആരിഫിനെ നമുക്ക് ഡിങ്ക എന്ന് വിളിക്കാം. ഡിങ്കന്റെ കഥ കഴിയും. അതുകൊണ്ട് ഡിങ്കൻ അതിന് സമ്മതിക്കില്ല. അറിയാം, അത് ചെയ്യിക്കരുത്. അതുകൊണ്ട് ജിഹാദ് എന്നൊക്കെ പറയുന്നത് തരാതരം അവസരത്തിൽ ഒരു ഇസ്ലാമോഫോബിയെ കുത്തിക്കേറ്റ ഒരു അവസരം കിട്ടിയോണ്ട് ചെയ്യുന്നതാണ്. അതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. അതിന് പ്രസക്തി ഇല്ലെന്ന് പറയാൻ ഇന്ത്യയുടെ ആദ്യ മുസ്ലിം IB ചീഫായിരുന്ന വ്യക്തി, ഇന്ത്യയുടെ അതായത് ഭാരതത്തിന്റെ ഡീറാഡിക്കലൈസേഷൻ സ്ട്രാറ്റജി പ്ലാൻ ചെയ്ത നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊന്നായ സയ്യിദ് ആസിഫ് ഇബ്രാഹിം പറയുന്നത് എന്താ അറിയാമോ? ഈ ഡീറാഡിക്കലൈസേഷന്റെ ഏറ്റവും നല്ല വഴി നല്ല മതപഠനം കൊടുക്കുക എന്നുള്ളതാണ്.
മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ നല്ല ലീഡേഴ്സിനെ വെച്ച് ജയിലുകൾക്കുള്ളിൽ നല്ല മതപഠനം കൊടുക്കുകയാണ് ഐസിസിനെ കൗണ്ടർ ചെയ്യാനുള്ള ഏറ്റവും വലിയ വഴി. പറയുന്ന ആരാണ്? ഇന്ത്യയുടെ ഔദ്യോഗികമായ മോദി സർക്കാരിന്റെ ഡീറാഡിക്കലൈസേഷൻ നല്ല പഠനം നടത്താൻ വേണ്ടി വന്ന ചേകന്നൂർ മണ്ണിന്റെ അടിയിലാണ്. ബാക്കി ആരും ആരുടെ എന്റെ പൊന്ന ആരിഫെ, ഈ പറഞ്ഞ കാര്യം ചേകന്നൂർ നാട്ടിൽ പറഞ്ഞു നടന്ന കാര്യങ്ങൾ എന്തായിരുന്നു ആരിഫെ? നാളെ ഒരു ഹിന്ദു മതത്തിൽ നിന്ന് ഒരു പണ്ഡിതൻ എന്ന് പറയാണ് ശ്രീരാമൻ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കേണ്ട കാര്യമില്ല, ശ്രീരാമൻ ഇന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്, മറ്റേ ഭഗവത്ഗീതയിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിന്റെ പകുതി നിങ്ങൾ എടുത്താൽ മതി, പകുതി നിങ്ങൾ എടുക്കണ്ട. അതല്ലെങ്കിൽ മറ്റ് പല വേദങ്ങളും ഉപനിഷത്തിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ അതിന്റെ പകുതി നിങ്ങൾ അനുസരിച്ച് പകുതി നിങ്ങൾക്ക് സൗകര്യം പോലെ വിട്ട് കളഞ്ഞേക്കെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മതത്തിലെ ആൾക്കാർ അത് സമ്മതിച്ചു കൊടുക്കും. ചേകന്നൂരും പറഞ്ഞ ഇതൊക്കെ തന്നെ അല്ലായിരുന്നു. 5 നേരം നിസ്കരിക്കേണ്ട നിങ്ങൾ 3 നേരം നിസ്കരിച്ചാൽ മതി, സമയം നിങ്ങൾക്ക് തോന്നിയ പോലെ മാറ്റിക്കോളൂ. ഇങ്ങനത്തെ കുറെ കാര്യങ്ങളല്ലേ ചേകന്നൂർ പറഞ്ഞു വന്നത്. ആ ചേകന്നൂർ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ നാട്ടിൽ ആ ചേകന്നൂരിനെ വക വരുത്തിയിട്ടുണ്ട്, അത് തെറ്റ്. അതിനെ നമ്മൾ അപലപിക്കേണ്ട. അല്ലെങ്കിൽ ചേകന്നൂർ പറഞ്ഞ കാര്യങ്ങൾ സത്യാന്ന് സമ്മതിച്ചു കൊടുക്കുകയാണെങ്കിൽ ചേകന്നൂരായി പോവില്ലേ പടച്ചോൻ, പിന്നെ അല്ലെ ചേകന്നൂരായി പോവില്ലേ മുഹമ്മദ് നബി, അല്ലേ? അതുപോലെ തന്നെയല്ലേ ഓരോ മതത്തിൽ എഴുതി വെച്ചിട്ടില്ലെങ്കിൽ ബുക്കിൽ എഴുതിച്ചിട്ടുള്ള കാര്യങ്ങൾ മാറ്റി പറയാൻ നടക്കൂ. ഇപ്പം നാളെ ഒരു ക്രിസ്ത്യൻ പുരോഹിതം എന്ന് പറയാണ് ഈ കുർബാന, നിങ്ങൾ കുർബാന അത് മൊത്തം ചെല്ലണ്ട, പകുതി ചെല്ലിയാൽ മതി, കുർബാന അത്രയൊക്കെ ഉള്ളൂ, അല്ലെങ്കിൽ സ്നാനം എടുക്കേണ്ട കാര്യമില്ല, ബാപ്റ്റിസം മുക്കേണ്ട കാര്യമൊന്നുമില്ല, അതൊക്കെ വെറുതെ നിങ്ങളെ പേരിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളും ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. അതിനെതിർത്ത് ആളുടെ ജീവൻ എടുക്കാനുള്ള അവകാശം നമ്മുടെ നാട്ടിൽ ആർക്കില്ല. അത് ചെയ്തതിനെ നമ്മൾ എതിർക്കണം. അതല്ലാണ്ട് ഇവിടെ ഈ പറഞ്ഞതിൻ്റെ ഇടയിലേക്ക് ചേകന്നൂരിനെ കുത്തിക്കയറ്റേണ്ട വല്ല കാര്യം കിട്ടും. മോദി സർക്കാരിൻ്റെ തന്നെ ആളുകളാണ്, അല്ലെങ്കിൽ മോദി സർക്കാർ നിയമിച്ചിട്ട് ആളാണ് ഈ ഇത്തരം കാര്യങ്ങൾ ജയിലിൽ വന്നിട്ട് ആൾക്കാരോട് സംസാരിക്കും, നല്ല രീതിയിൽ ഇവർക്ക് ആത്മീയ പഠനം കൊടുക്കണം, അവർ അത്തരത്തിലുള്ള രീതിയിൽ റീറാഡിക്കുലേഷൻ നടത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടിരിക്കാതെ അതിൻ്റെ ഇടയ്ക്ക് ക്രോസ് ചെയ്തത് രാഹുലെ, ആരിഫെ നിനക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ, നിന്റെ വെടി തീരുമെന്നുള്ളത് കൊണ്ടല്ലേ ആരിഫെ നീ അതിനെ എതിർത്തത്. ഏത് പൊട്ടണം മനസ്സിലാവും, പക്ഷെ സംഘിക്ക് മനസ്സിലാവില്ല. അത് സംഘി കൈയടിക്കുന്നത് സത്യം ഏറ്റവും സംസാരിക്കുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ? നേരത്തെ ശ്രീജിത്ത് പണിക്കർജി പറഞ്ഞ കാര്യത്തിനോട് സ്പിരിറ്റിനോട് യോജിക്കുന്നു, പക്ഷേ അതിന് ന്യൂവാൻസസ് ഉണ്ട്. അതായത് നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റി ആക്റ്റീവ്ലി ഇതിനെ തള്ളി പറയണം. പക്ഷേ പലപ്പോഴും മുസ്ലിം കമ്മ്യൂണിറ്റി പറയുന്നത് എന്താ അറിയാമോ? ഞങ്ങൾക്ക് ഇതുമായിട്ട് ആക്റ്റീവായ യാതൊരു ബന്ധവുമില്ല, അതുകൊണ്ട് ഞങ്ങൾ എന്തിനാണ് ഇത് തള്ളി പറയുന്നത് എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് അവരോടുള്ള അഭ്യർത്ഥന, ഞാൻ അതിനെക്കുറിച്ച് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആര് പറഞ്ഞു? ഐസിസ് തള്ളി പറയാൻ കഴിയണം. ഞാൻ അങ്ങനെ യോജിക്കുന്നില്ല. അല്ലല്ല, ഞാൻ അതിന്റെ മറുപടി പറയല്ലോ, ഒന്ന് കേൾക്കൂ. അതായത് ശ്രീജിത്ത് പണിക്കർ പറയുന്നതിനോട് യോജിച്ചുകൊണ്ട് പറയുകയാണ്. പലപ്പോഴും മുസ്ലിം സംഘടനകൾ അത് തെള്ളി പറയാത്തതിന്റെ റീസൺ ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവും അതിനില്ല, അതുകൊണ്ട് ഞങ്ങൾ അത് തെള്ളി പറയേണ്ട ആവശ്യമില്ല എന്ന നിലപാടെടുക്കുകയാണ്. അത് നമുക്ക് യോജിക്കാൻ. അത് വെറുതെയാണ്. ഇതൊക്കെ നിങ്ങൾ എന്തിനാണ് ഈ ജിഹാദിനെ വിളിപ്പിക്കുന്നത്? പറഞ്ഞോട്ടെ സാർ. രാഹുൽ, അത് അവര് പറയേണ്ടത്, നമ്മൾ പറഞ്ഞോണ്ട് കാര്യം. ഇതെന്തിനാ ജിഹാദിനെ വിളിപ്പിച്ച അവരുടെ മൗത്ത് പീസ് ആവുന്ന എന്തിനാണ്? ഇതിന്റെ ഇടയിൽ കൂടെ ജിഹാദിനെ വിളിപ്പിക്കുന്ന വർത്താനം എന്റെ പൊന്നു ആരിഫെ, നീയാണ് വിവരക്കേട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീത്ത് പറഞ്ഞ കാര്യം വളരെ കറക്റ്റ്. ശ്രീത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല. ശ്രീത്തിനത് പറഞ്ഞു, ഞാനത് പറഞ്ഞിട്ടില്ല പറയരുത് എന്നുള്ളത്. ഇപ്പുറത്തെ നീയുള്ള കളവൊക്കെ പറഞ്ഞ് അതിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞതും ശ്രീത്തിനെതിൽ ക്രോസ് ചെയ്യുന്നത് രണ്ടാണ്. ശ്രീത്ത് ക്രോസ് ചെയ്ത് ഞാനത് പറഞ്ഞിട്ടില്ല, ഞാൻ അതല്ല പറഞ്ഞത്, അതവിടെ തീർന്നു. ശ്രീത്ത് അത് പറഞ്ഞ് നിർത്തി. നിന്നെ പോലെ ഞാൻ സമ്മതിക്കില്ല, കളവ് പറയണ്ട, ജിഹാദിനെ വിളിപ്പിക്കേണ്ട, നിങ്ങൾ അത് പറയണ്ട. നിങ്ങൾ എടാ, നീ ഒരു പരമ വ്യാളിയാന്നുള്ളത് നീ ആദ്യം ആലോചിക്കുക. നീ ഇവിടെ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ കഷ്ടമാണ്. ഒരാൾ സംസാരിക്കുന്നത് പറയുന്നത്, അതുകൊണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റൂലേ? രാഹുൽ നുണയാണ്, പച്ച നുണയാണ് പറയുന്നത്. ഇതുപോലെ വഴി തിരിച്ചുവിടാണ്, ഈ ചർച്ചയെ വഴി തിരിച്ചുവിടാണ്. എന്താ അറിയാം മഞ്ജുഷ്, എന്തായത് രാഹുൽ പറഞ്ഞോളൂ. അല്ലല്ല, ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതിനോട് യോജിച്ചോണ്ടാ ഞാൻ പറയുന്നത്. ഈ ചർച്ചയെ വഴി തിരിച്ചു വിട്ടത് ആരാണ്? അവിടെയുള്ള ഒരാളും ഇല്ല, ഒരു പാനലിസ്റ്റും ഇല്ല. ശ്രീജിത്ത് പണിക്കർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംഗീതം പറയുന്ന ആളാണ്, വളരെ വ്യക്തമായിട്ട്. പേര് നിഷ്പക്ഷ നിരീക്ഷകൻ ആണെങ്കിലും ഏറ്റവും കൂടുതലായിട്ട് സംഗീതം പറയുന്ന ആളാണ്. പക്ഷെ അയാൾ പോലും ഇന്നത്തെ ഈ ചർച്ചയിൽ വന്നിട്ട് വഴി തിരിച്ചു വിട്ടില്ല. വഴി തിരിച്ചു വിട്ട് ഇതൊരു ഇസ്ലാമോഫോബിയ അല്ലെങ്കിൽ ഇതൊരു ഇസ്ലാം വിരുദ്ധതാക്കി മാറ്റിയത് ഈ പറഞ്ഞ ആരിഫാണ്. ഇവിടെ ഇതിനെ വഴി തിരിച്ചു വിട്ടതും ഇതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കിക്കൊണ്ടിരിക്കുന്നതും ആരിഫാണ്. അതാണ് ആരിഫിന്റെ അജണ്ട. അതാണ് ആരിഫ് എന്ന് പറഞ്ഞ ഡിങ്കൻ, അതാണ് ആരിഫ്. അപ്പൊ ആരിഫ് അങ്ങനെ ചിലച്ചുകൊണ്ടിരിക്കും, വേറെ ആരും സംസാരിക്കാൻ സമ്മതിക്കില്ല ആരിഫ്. അതിലെ ന്യൂവാൻസ് എന്ന് പലപ്പോഴും മുസ്ലിം കമ്മ്യൂണിറ്റി ശ്രദ്ധിക്കേണ്ട കാര്യം, അവർ തെള്ളി പറഞ്ഞില്ലെങ്കിൽ അത് തെറ്റിദ്ധാരണകൾക്ക് ഇടം കൊടുക്കും. നാളെ തെള്ളി പറഞ്ഞാൽ മാത്രമേ സിദ്ദിഖാപ്പൻ അടക്കമുള്ളവർ അനീതി നേരിടുന്നെങ്കിൽ അത് അനീതിയാണെന്ന് ഇവർക്ക് ഉറച്ചു പറയാൻ ശബ്ദം കിട്ടും. അതുകൊണ്ട് തടിയന്റെ ഇവിടെ നസീർ ആകട്ടെ, അന്താരാഷ്ട്ര തലത്തിൽ ഒസാമ ബിൻ ലാദൻ ആകട്ടെ, പ്രൂവ്ഡ് ആയ ഡൗട്ട് ഇല്ലാത്ത ഇത്തരം ആൾക്കാരെ തെള്ളി പറയാനും ആക്റ്റീവ്ലി മോശമാണെന്ന് പറയാനും ഇവർ ഞങ്ങളിൽ ഇല്ലാന്നും നോട്ട് ഇൻ മൈ നെയിം എന്നും ഇവർക്ക് പറയാൻ കഴിയണം. എന്നാൽ മാത്രമേ പൊതുസമൂഹത്തിൽ കൂടുതൽ വിശ്വാസ്യത നേടിയെടുക്കാനും അതോടൊപ്പം
നാളെ ഏതെങ്കിലും ഒരു ഏജൻസി മോശമായിട്ട് അല്ലെങ്കിൽ തെറ്റായിട്ട് ഒരു മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളെ വേട്ടയാടുകയാണെങ്കിൽ അത് തെറ്റാന്ന് പറയാനും കഴിയും. ഇപ്പൊ സിദ്ദിഖാപ്പൻ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു മുസ്ലിം നേതാവ് വന്ന് ആക്റ്റീവ്ലി പറയുകയാണ്, ഞാൻ തടിയന്റെ നസീറിനെ അതിശക്തമായി തള്ളി പറഞ്ഞോളാം, ഞങ്ങളിലുള്ളവനല്ല. അതായത് ഒവൈസി അത് പലപ്പോഴും പറയുന്നുണ്ട്, ഐസിസ് ആർ ഡോഗ്സ് ഫ്രം ഹെൽ, അതായത് നരകത്തിൽ നിന്നുള്ള നായകളാണ് ഈ ഐസിസ് എന്ന് പറയുന്ന ഒവൈസിക്ക് കിട്ടുന്ന ക്രെഡൻഷ്യൽ നാളെ ഒരു ജെനുവിൻ വിഷയം റേസ് ചെയ്യണമെങ്കിൽ ഈ രീതിയിൽ ആക്റ്റീവ്ലി മുസ്ലിം സമൂഹം തള്ളി പറയണം. അത് തള്ളി പറയുന്നില്ല. ഇനി ഒരു പോയിന്റ് കൂടെ പറഞ്ഞാൽ ഇറങ്ങുകയാണ്. അതായത് ഇന്ത്യയുടെ ഡീറാഡിക്കലൈസേഷൻ സ്ട്രാറ്റജി എടുത്തു നോക്കൂ. അതിൽ കമ്മ്യൂണിറ്റി ട്രസ്റ്റ്, നല്ല റിലീജിയസ് എഡ്യൂക്കേഷൻ, നല്ല സ്പിരിച്വൽ കൊഹഷൻ, ഇത്തരം കാര്യങ്ങളുണ്ട്. നേരത്തെ രാജ്മോഹൻ സാർ വളരെ ശരിയായി പറയുന്നുണ്ടായി, ചില കോടതി വിധികളിൽ നമുക്ക് മഹാത്മാഗാന്ധിയുടെ പുസ്തകം വായിക്കണമെന്ന് വരെ പറയുന്നുണ്ട്. അതായത് മൈ എക്സ്പീരിയൻസ് വിത്ത് ട്രൂത്ത് വായിക്കണം. അതായത് ഇതിൽ മുഹമ്മദ് നബിയുടെ പുസ്തകം വായിക്കാനല്ലല്ലോ പറഞ്ഞത്. ഇത് തന്നെയാണ് നമ്മുടെ പ്രശ്നം. ഇത് തന്നെയാണ് ആരിഫെ ഇന്ത്യൻ പ്രശ്നം. ഒരു കോടതി വിധിയിൽ ആരും ഭഗവത്ഗീത എടുത്ത് വായിച്ചോ, അതല്ലെങ്കിൽ നിങ്ങൾ ബൈബിൾ വായിച്ച് നന്നായിട്ട് വാ, അല്ലെങ്കിൽ ഗീത എടുത്ത് നന്നായിട്ട് വാ, അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഖുർആൻ എടുത്ത് നന്നായിട്ട് വാ എന്ന് പറയില്ല. അത് കോടതിയാണ്. അത് ഇസ്ലാം കോടതി, അല്ലെങ്കിൽ ബൈബിൾ കോടതിയും, അതല്ലെങ്കിൽ ഗീതാ കോടതിയൊന്നും അല്ല. അത് ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ കോടതിയാണ്. അപ്പം ഇന്ത്യയുടെ മഹാത്മാവായ മഹാത്മാഗാന്ധി എഴുതി വെച്ചിട്ടുള്ള നല്ല പുസ്തകങ്ങളൊക്കെ റെഫറൻസ് പറയുള്ളൂ. ആ സാമാന്യ ബോധം ആരിഫെ നിനക്ക് വേണം. എങ്കിലല്ലേ നിന്നോട് ഇത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ആ ബോധമില്ലാതെ ഇവിടെ നീ ഖുർആൻ എടുത്തിട്ട് കഴിഞ്ഞാൽ നിന്റെ ഖുർആൻ അല്ലെങ്കിൽ നിന്റെ ആ ഒരു ഇസ്ലാമോഫോബിയ, അതാണ് നീ ഇവിടെ കിടന്ന് ചലച്ചുകൊണ്ടിരിക്കുന്നത്. പറ്റില്ല. എന്നാൽ നേരെ തിരിച്ച് കോടതികൾ അടക്കം അക്നോളജ് ചെയ്യുന്നുണ്ട്, ഇതിൽ ഇൻഫ്ലുവൻസ് ചെയ്തു പോയി തെറ്റായ പാതയിൽ പോകുന്നവർ, തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നവർ, അവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയണം. ഒരു കാര്യം ആഡ് ചെയ്യാനുണ്ട്, ഈ ഡീറാഡിക്കലൈസേഷൻ സ്ട്രാറ്റജി ഉള്ളത്. അതുകൊണ്ടല്ലേ തമിഴ്നാട്ടിലടക്കം നൂറുകണക്കിന് ആളുകളെ, കൃത്യമായ കണക്കുണ്ട്, നൂറുകണക്കിന് ആളെ കൊണ്ടുവരുന്നത്. മോദി ഗവൺമെന്റ് ആണ് ഇത്രയും വൈബ്രന്റ് ആയിട്ട് ഒരു ഡീറാഡിക്കലൈസേഷൻ ഉണ്ട്, തീവ്രവാദ പ്രവർത്തനങ്ങളിൽ നിന്ന് തിരികെ കൊണ്ടുവരുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. രാഹുൽ കുറച്ച് സമയം കൂടി, അല്പസമയം കൂടി ഇരിക്കണേ. എന്താണ് ആരിഫ് താങ്കൾക്കുള്ള വിയോജിപ്പ്? രാഹുൽ കുറച്ച് സമയം കൂടി. ആരിഫ് എന്താണ് വിയോജിപ്പ്? നമ്മളിവിടെ ഈ ജിഹാദി ഭീകരതയെ കുറിച്ച് പറയുമ്പോൾ അത് കൊണ്ടുവന്നത് ഒരു മുസ്ലിമാണ് എന്നതിന്റെ പേരിലോ, അല്ലെങ്കിൽ ഇവിടെ കുറെ നല്ല മുസ്ലിങ്ങൾ ഉണ്ട് എന്നതിന്റെ പേരിലോ, അല്ലെങ്കിൽ ഗാന്ധിജിയുടെ പുസ്തകം വായിക്കാൻ പറഞ്ഞു എന്നതിന്റെ പേരിലോ ഈ ഭീകരത ഇല്ലാതെ ആവുന്നില്ല. നിങ്ങൾ ഒന്നുകൂടി ആലോചിക്കുക, ഇവിടെ ഗാന്ധിജിയുടെ പുസ്തകം വായിക്കാനാണ് പറഞ്ഞത്, മുഹമ്മദ് നബിയുടെ പുസ്തകം വായിക്കാൻ, അല്ലെങ്കിൽ ഇസ്ലാമിലെ ഏതെങ്കിലും പുസ്തകം വായിക്കാനല്ല പറഞ്ഞത്. മാത്രമല്ല ഈ നല്ല മതപഠനം കൊടുക്കണം എന്ന് പറഞ്ഞു. ഇനി ഏതാണ് ഈ നല്ല പഠനം? ഇവരെല്ലാം മദ്രസയിൽ പഠിച്ച് അവിടുന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് PhD എടുത്ത് വന്ന ആളുകളാണ്. ഇപ്പോൾ ഒസാമ ബിൻ ലാദൻ എടുത്താലും, അതല്ലെങ്കിൽ ഇപ്പോൾ ബാഗ്ദാദി എന്നൊക്കെ പറഞ്ഞാൽ ഇസ്ലാമിന്റെ PhD സ്കോളറാണ്. ഇനി ഏത് ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിക്കണം എന്ന് ഇവർ പറയുന്നത്. അപ്പം നമ്മളിവിടെ ക്ലിയർ ആയിട്ട് പറയണം ഇതിൽ വിഷയം ഏതാണ്. ഈ മദ്രസ പഠനം ഉണ്ടായതുകൊണ്ടും ഇസ്ലാമിനെ കുറച്ച് കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഈ പറഞ്ഞ തീവ്രവാദികളാവുകയാണെങ്കിൽ ഈ നമ്മുടെ നാട്ടിൽ ഇപ്പം ഓൾമോസ്റ്റ് 14%, 15% മുസ്ലിങ്ങളുണ്ട്. അതിൽ 0.0001% ഒക്കെയാണ് ഈ പറഞ്ഞ തീവ്രവാദികളായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ തീവ്ര മതവാദികളായിട്ട് മാറുന്നത്. ഈ ബാക്കിയുള്ള ആൾക്കാർ ഇതൊക്കെ തന്നെ പഠിച്ചേ. അപ്പോൾ 14%-ൽ 14%-ഉം 13.9% ആളുകളും പഠിക്കുന്നത് ഇത് മതമല്ല, ബാക്കിയുള്ള ആൾക്കാർ മാത്രമാണ് ഈ മതം പഠിച്ചത്. പിന്നെ നീ പറഞ്ഞ പോലെ ഈ ഗാന്ധിജിയുടെ ബുക്കാ എടുക്കാൻ പറയുള്ളൂ. കാരണം കോടതിയാണ്, ജനാധിപത്യ കോടതിയാണ്. ഇവിടെ ആരും ഖുർആൻ എടുത്ത് പഠിക്കുക, ഗീത എടുത്ത് പഠിക്കുക, മറ്റേതെടുത്ത് പഠിക്കുന്നല്ല പറയാം. ആ ബോധം നിനക്കും കൂടെ വേണം ആരിഫെ. എങ്കിലേ നീ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു വസ്തുത ആൾക്കാർക്ക് തോന്നുകയുള്ളൂ, കേൾക്കുന്ന ആൾക്കാർക്ക്. യു ഹാവ് ടു കോൾ എ സ്പെയ്ഡ് എന്ന് പറയുന്നത് അവിടെയാണ് പ്രസക്താവുന്നത്. ഇതിനകത്ത് ഈ പ്രശ്നം ഇതാണ്, ഈ ഗിൽറ്റ് കോംപ്ലക്സ്. നമ്മളിപ്പോൾ ഏറ്റവും ഒടുവിൽ കണ്ടു ഈ നമ്മളെ സൈഫി ആ ട്രെയിൻ കത്തിച്ച കേസിൽ അയാൾ പറഞ്ഞല്ലോ, അയാളുടെ ഗിൽറ്റ് കോംപ്ലക്സിൽ നിന്ന് അയാൾക്ക് ഉണ്ടായിട്ടുള്ള പാപമോചനം തേടി അയാൾ ഇതുപോലെ കണ്ടിട്ടാണ് ഈ പറഞ്ഞ ജിഹാദിന് ഇറങ്ങി തിരിച്ചതെന്ന് ആൾ പറയുമ്പോൾ അത് ആ കോർ ഇഷ്യൂവിനെ അഡ്രസ് ചെയ്യാൻ നമ്മളുടെ സെക്യൂരിറ്റി സിസ്റ്റം എത്രത്തോളം പ്രാപ്തമാണ്. അങ്ങനെ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ അങ്ങനെ ചില കാര്യങ്ങൾ കണ്ട് ഒരു ഗിൽറ്റി കോൺഷ്യസ് ആയിട്ട്, അല്ലെങ്കിൽ അത്തരം ഗിൽറ്റ് കൊണ്ട് നമ്മൾ ജിഹാദിലോട്ട് ഇറങ്ങി പുറപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഉദാഹരണം തന്നെ ഞാൻ എടുത്തിട്ടെ. ഇവിടെ ഇപ്പോൾ ഹിന്ദുത്വയുടെ പേരിൽ ആൾക്കാരെ കൊല്ലിക്കുന്നതും, അതല്ലെങ്കിൽ ബീഫിന്റെ പേരിൽ ആളെ കൊല്ലുന്നതും, ജയ ശ്രീരാം വിളിച്ചാൽ ആളെ കൊല്ലുന്നതും, വിളിച്ചിട്ടില്ലെങ്കിൽ ആളെ കൊല്ലുന്നതും, അമ്പലത്തിന്റെ പേരിൽ ആളെ കൊല്ലുന്നതും, പള്ളി പൊളിച്ച് അമ്പലം ഉണ്ടാക്കണം എന്ന് പറയുന്നത്, ലിംഗം തേടി പോകുന്നതും, ഈ പറഞ്ഞ മതപരിവർത്തനം എന്ന് പറഞ്ഞിട്ട് ഒരു അച്ഛനും 2 മക്കളെയും അതും മറ്റ് വിദേശികളായിട്ടുള്ള 2 ആൾക്കാരെയും കൊന്നിട്ട് അത് കൊന്നതും, പിന്നെ ഈ ഗുജറാത്ത് കലാപം പോലത്തെ കലാപത്തിൽ മുസ്ലിങ്ങളെ കൊന്നൊടുക്കി, മുസ്ലിം സ്ത്രീകളെ, അതും ഗർഭിണിയായുള്ള സ്ത്രീകളെ വരെ ബലാത്സംഗം ചെയ്ത് വയറുന്ന് കുട്ടിയെ പുറത്തെടുത്ത്, ഇതൊക്കെ ഏത് ഗിൽറ്റ് കോൺഷ്യസിന്റെ പേരിലാണ്? മതത്തിനോടുള്ളതാണോ നീ കണക്ട് ചെയ്യുന്നത്? നീ ഇപ്പൊ ഇതിനെ ഇസ്ലാമിലോട്ടാണ് കണക്ട് ചെയ്ത്, ജിഹാദിലോട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ഈ പറഞ്ഞ സകലമാന കേസും ഇന്ത്യയിലെ തീവ്ര ഹിന്ദുത്വവാദികൾ വാദിക്കുന്നതും അവർ ചെയ്യുന്ന കേസുകളെല്ലാം കൂടി ഞാൻ ഹിന്ദുവിന്റെ തലയിൽ കൊണ്ടിട്ട് കൊടുത്ത്, അല്ലെങ്കിൽ ഹിന്ദു ഗ്രന്ഥങ്ങളുടെ തലയിൽ കൊണ്ടിട്ട് കൊടുത്താൽ പിന്നെ ഈ പറഞ്ഞ നാട്ടിൽ ഏത് മതം എന്താ നല്ലത്? ഈ ക്രിസ്ത്യാനിറ്റിയുടെ പേരിൽ മാർട്ടിൻ 8 പേരെ കൊന്നു, അത് ഏത് ഗിൽറ്റ് കോൺഷ്യസിന്റെ പേരിലാണ്? മതത്തിന്റെ പേരിലാണോ? അല്ലെങ്കിൽ ഈ പറഞ്ഞ ബൈബിളിന്റെ പേരിലാണോ? ഈ പറഞ്ഞ ആൾക്കാർ കുറ്റം ചെയ്യുന്ന സമയത്ത് ഒരു മതവിഭാഗത്തിന്റെ തലയിലോട്ട് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്ത്, അല്ലെങ്കിൽ ആ മതഗ്രന്ഥത്തിന്റെ പേരിലോട്ട്, അല്ലെങ്കിൽ അവരുടെ ദൈവത്തിന്റെ പേരിലോട്ട് ഇതെല്ലാം കൂടെ ഇട്ട് കൊണ്ടുകൊടുത്ത് ഇങ്ങനെ ഞെളിഞ്ഞിരുന്നുകൊണ്ട് എന്ത് വലിയ പൊട്ടനാണോ നീ? ഏത് വലിയ ഡാഷാണ് നീ?
അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ ഈ മതങ്ങൾ മൊത്തം തമ്മിലടിക്കല്ലേ ചെയ്യുക. അതാണോ ചെയ്യേണ്ടത്? അവൻ ചെയ്ത തെറ്റ് എന്താണോ അതിന് വേണ്ടിയിട്ട് അവന് ശിക്ഷ കൊടുക്കുക, അവനോട് സംസാരിക്കുന്നതിന് പകരം ഒരു മതത്തിനെ മൊത്തം അതിലോട്ട് കെട്ടിക്കഴിഞ്ഞാൽ ഈ നാട്ടിലെ എല്ലാ മതങ്ങളും ഓരോ മതത്തിൽ ഓരോരുത്തർ ചെയ്യുന്ന കുറ്റങ്ങളും കേസുകളും എടുത്തിട്ട് ഈ മതത്തിന്റെ പേരിലോട്ട് നമ്മൾ കൂട്ടിക്കെട്ടേണ്ടി വരും. അത് ചെയ്യാത്തത് ആൾക്കാർക്ക് മനുഷ്യനായതുകൊണ്ടാണ്, വിവരവും വിവേകവും വകതിരിവുമുള്ള മനുഷ്യരായതുകൊണ്ട്. അതില്ലാത്ത നിന്നെ പോലത്തെ ആളുകളാണ് ഇങ്ങനെ വന്നിട്ട് വിദ്വേഷം പറഞ്ഞിട്ട് ആളുകളെ തമ്മിലടുപ്പിക്കാൻ നോക്കുന്നത്. അതാണ് ഇവിടുത്തെ കാര്യം. ഇപ്പം ഈ ചർച്ച മൊത്തം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലെ അടിസ്ഥാനം എന്താണെന്നുള്ളത്. ചർച്ച എന്തിനു വിളിച്ചോ, ചർച്ചയിലെ മറ്റ് പാനലിസ്റ്റുകൾ എന്ത് സംസാരിച്ചോ, ആരിഫ് എന്ത് സംസാരിച്ചോ, രണ്ടും കൂടെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ അകത്തുള്ള ഈ ഇസ്ലാം വിരുദ്ധത എന്താണ് ഇവൻ പറഞ്ഞു വരുത്തുന്നത് എന്നുള്ളത് വ്യക്തമായി നിങ്ങൾക്ക് അറിയാൻ പറ്റും. മറ്റു 3 പേര് എന്ത് സംസാരിക്കുന്നു, ഇവൻ എന്ത് സംസാരിക്കുന്നു. ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞത് തന്നെ നിങ്ങൾക്ക് കാണാം. അതിലെ മറ്റ് പാനലിസ്റ്റുകൾ എന്താണോ പറഞ്ഞത്, ഇവൻ എന്താണോ പറഞ്ഞത് എന്നുള്ളത്. ഇവനാണ് സംഘികളുടെ ഡിങ്ക ദൈവം, ഡിങ്ക ഭഗവാൻ. അറ്റം ചെത്തിയതിൽ അറ്റം പോയതിൽ സങ്കടപ്പെടുന്ന ഡിങ്ക ഭഗവാൻ. ആ സാധനം ആരെങ്കിലും ഒന്ന് വെച്ച് കൂട്ടി കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ സന്തോഷമാവുമായിരിക്കും. അതെങ്കിലും ചെയ്യും. എങ്കിൽ അതില്ലാണ്ടാണ് ഇവൻ പല പരിപാടികൾ ഇതിനു മുമ്പ് ചെയ്തതും 3 കെട്ടിയതും. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തിൻ്റെ നിങ്ങളൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കുവന്. അങ്ങനെയെങ്കിലും അവൻ്റെ ആ ഫ്രസ്ട്രേഷൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇസ്ലാം മതത്തിനോടുള്ള ദേഷ്യം, അല്ലെങ്കിൽ ഉമ്മനെ ഭോഗിക്കണം എന്നും പറഞ്ഞവൻ ഒരു കാലത്ത് നടന്നിരുന്നവൻ ഇപ്പോഴും അത് പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്ന ഇവന് വേണ്ട സൗകര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ഈ കന്നിമാസത്തിൽ പട്ടിക്ക് മൂക്കുന്ന പോലെ മൂത്ത് കഴിഞ്ഞാൽ അതിനുള്ള കാര്യങ്ങൾ എന്താണോ പട്ടി നോക്കി ചെയ്തു കഴിഞ്ഞാൽ പട്ടി ഒന്ന് അടങ്ങും, ചൂടടങ്ങും, പട്ടി ഒന്ന് മാറി നിൽക്കും എന്ന് പറഞ്ഞ പോലെ ഇവന് വേണ്ട കാര്യങ്ങൾ, ഇവൻ ഈ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊന്ന് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ കുറേയൊക്കെ സമാധാനം ഈ നാട്ടിലുണ്ടാവും. കുറേ തമ്മിലടി, അതായത് കുറേ മുസ്ലിം ഹിന്ദു അല്ലെങ്കിൽ മുസ്ലിം ക്രിസ്ത്യൻ തമ്മിലുള്ള തമ്മിലടി ഇവന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഈ നാട്ടിൽ ഒരു സമാധാനം വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ലേ? നിങ്ങൾ നോക്കൂ.